ഹലോ ഗൈസ്, എല്ലാവർക്കും ജോർജ് ടെൻ യു കെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ചോദിച്ചിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് NHSനെ കുറിച്ച്. ഇപ്പൊ NHSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളും അതിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ആൾക്കാർ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫ്രീക്വന്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യാറുണ്ട്, യൂട്യൂബിൽ എനിക്കറിയാം മിസ് ചെയ്യാറുണ്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം. ഒരുപാട് നാളായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടിന്യൂസ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്. അതുകൂടാതെ ഇപ്പോൾ ഏതായാലും യൂട്യൂബിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെയും തിരിച്ച്. അപ്പോൾ നമ്മൾ സ്ലോ ആയി വന്നാലും എന്താ പറയുന്നത്, ലേറ്റസ്റ്റ് ആയി വരുന്നത് അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ലേ അപ്പോൾ അതുപോലൊക്കെ നമ്മളിപ്പോൾ ഏതായാലും പിന്നെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ മോസ്റ്റ് പ്രോബബ്ലി പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബാണ്. പക്ഷേ എനിക്കറിയത്തില്ല, കണക്ട് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാം ആണ് ബെറ്റർ. ബട്ട് എനിവേസ് അപ്പം പറഞ്ഞു തരുന്ന ടോപ്പിക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർ മിസ്ലീഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് NHSനെ കുറിച്ച്. NHSന്റെ ഒരു നോളജും ഇല്ലാത്ത കുറേ പയ്യന്മാരും കുറേ ആൾക്കാരും വീഡിയോസ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഒരു പ്രശ്നമില്ല. മേ ബി ബിക്കോസ് ഓഫ് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ആയിരിക്കും, ദറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. ബട്ട് പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് സ്ട്രേറ്റ് അവേ ഇപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഷെയറിങ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന രീതി, എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും ഹെൽപ്പും ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് അയക്കാറുണ്ട്. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി സമയം കിട്ടാറില്ല. പക്ഷെ ഞാൻ ഒരാൾക്കാർക്ക് ഞാൻ മീൻസ് ലൈക്ക് അങ്ങനെ റിജക്ട് ചെയ്യാറില്ല. മീൻസ് ഒരാളെ ഞാൻ ഇങ്ങനെ സീൻ ചെയ്തിട്ട് വിടാറില്ല. എല്ലാവർക്കും ഞാൻ റിപ്ലൈസും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കിയും കണ്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും വളച്ചിട്ടാണ് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിന്റെ കാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ ബേസിക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. NHSന്റെ ആപ്ലിക്കേഷൻ അണ്ടർ മെയിൻ്റെനൻസ് ആയിരുന്നു. 28 മെയ് വരെ അതിന്റെ മെയിൻ്റെനൻസ് അണ്ടർ മെയിൻ്റെനൻസിലായിരുന്നു ആപ്ലിക്കേഷൻ. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു, കുറച്ചുകൂടെ ഹയർ പോസ്റ്റിന് വേണ്ടിയൊക്കെ. അപ്പോൾ ലാസ്റ്റ് പ്രീവിയസ്ലി നമ്മൾ NHS അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് CV ആവശ്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് CV ഉണ്ടാക്കണമെന്നല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ ത്രൂ വെച്ച് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് CV അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ട്രാക്ക് ജോബ്സിൽ. അതെങ്ങനെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സിവിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ് ആപ്ലിക്കേഷൻസ് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്കിത് CV ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള അനാവശ്യമായ എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവർ ഒരു CV ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ്, നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററി, നമ്മുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും മീൻസ് ലൈക്ക് അവർ പ്രോപ്പർ പങ്ക്ച്വൽ ഒരു പ്രോപ്പർ ഒരു എന്താ പറയുന്നത്, ഒരു ടെംപ്ലേറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സംഭവം ഞാനിങ്ങനെ 1-2 ദിവസമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ലൈക്ക് എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ NHSൽ നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ അജണ്ട, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു നേക്കുണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അത് എല്ലാവർക്കും പറ്റത്തില്ലെന്നല്ല, ഒബ്വിയസ്ലി നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് പ്രാക്ടീസ് ആവും. അത് ചെയ്ത് പഠിച്ച് നമുക്ക് ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് വേണം. ഇപ്പം ഞാനിപ്പോൾ എന്നെക്കുറിച്ച് മാത്രം പൊക്കി പറയാമല്ല, ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി അറിയാം. പക്ഷേ ഞാൻ ഒരു വെബിനാർ നടത്താൻ വേണ്ടി പോവാണ്, ലൈക്ക് ഇതിനെക്കുറിച്ച്, NHSന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച്. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ വന്ന് റിപ്ലൈ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ലൈവായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ലൈക്ക് ഓൺ ദ വെബിനാർ വിൽ ട്രൈ ടു സോൾവ് how to update the supporting documents, or how to create supporting documents, or how to search for a job which suits you. ഇപ്പോൾ ബേസിക്കലി നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ എയിം ചെയ്യേണ്ടത് മുന്നോട്ട്, ലൈക്ക് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ലൈക്ക് ഓൺ ലൈവ് കോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓൺ കോൾ ചെയ്യാം. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഓൺ കോൾ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1-on-1 ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഏതായാലും ഞാൻ ഇന്ന് തൊട്ട് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എപ്പിസോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ലൈക്ക് ഐ ക്യാൻ കം ടു നോ, ഐ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് ലൈക്ക് യു ഗൈസ് ആർ സീരിയസ്ലി ഇൻ ടു ദിസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ, please subscribe to my channel and also press the bell icon so that you guys come to know ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം.
ഞാൻ നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് കമൻറ്റിൽ വന്നിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പാർട്ട് നമുക്ക് ഈ ഒരു ജോണിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജോബ് ഹണ്ടിങ്, ജോബ് ആപ്ലിക്കേഷൻ, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എല്ലാ കാര്യവും നമുക്ക് ഒരുമിച്ച് 1-on-1 നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും മോർ ഇൻഫർമേഷൻസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആൾക്കാരിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. NHS അല്ലാതെ ഇത് കൂടാതെ നമുക്ക് പാർട്ട് ടൈം ഫുൾ ടൈം ജോബ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ കീപ് ഗ്രോയിങ്, കീപ് സപ്പോർട്ടിങ്, വിൽ ഗ്രോ ടുഗെദർ, ആൻഡ് താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അനദർ വീഡിയോ.